അസ്സലാമു അലൈക്കും. നിങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരുപാട് കരിയർ ഗൈഡൻസുകളും എന്താ പറയുക ജീവിതത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കായിരിക്കും. അപ്പം ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇന്ന് ഞാനിങ്ങനെ കൊടുവള്ളിയിലേക്ക് എൻ്റെ കാർ ഓടിച്ച് വരുമ്പോൾ റോഡ് സൈഡിലൊരു ചെറിയ ഫ്ലെക്സ് കണ്ടു. ആ ഫ്ലെക്സിൽ ഇങ്ങനെ എഴുതി വെച്ച സാധനം പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ജോലി, അതാണ് ഫ്ലെക്സ്. പിന്നെ അതിനകത്ത് ഒരു ജോലിക്കുള്ള ചില കോഴ്സസ് ഒക്കെ പറയുന്നുണ്ട്. അത്തരം ഫ്ലെക്സുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാണാറുണ്ടല്ലേ. ഞാൻ നീറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്, അതിലേക്ക് ഞാൻ വരാം അതിൻ്റെ മുമ്പ്. അപ്പം ഞാൻ ഇത്തരം ഫ്ലെക്സുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ പഠിക്കുന്ന ചെറിയ ചെറിയ കോഴ്സസൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് 10th എത്ര മാർക്കുണ്ട്, +2 എത്ര മാർക്കുണ്ട് എന്നൊക്കെ. അപ്പോൾ പലപ്പോഴും ഞാനൊരിക്കൽ മെഡിക്കൽ കോളേജിൽ നമ്മുടെ റെസ്പിറേറ്ററി മെഡിസിൻ്റെ ഹോസ്പിറ്റലിൽ എനിക്കവിടെ പോസ്റ്റിംഗ് ഉള്ള സമയത്ത് അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ മാർക്കൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് 95 ഒക്കെ ഉണ്ട്, +2 95 96 ഒക്കെ %. അപ്പോൾ അവർ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് ചോദിച്ചു. ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സാലറി സാധാരണഗതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു, സാറേ ഒരു 25,000 രൂപ മാക്സിമം കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കോഴ്സ് എടുത്താൽ എന്താ? ഞങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും, അതുകൊണ്ട് എടുത്തത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഇതൊരു കരിയർ ഗൈഡൻസ് സെമിനാർ നടക്കുന്ന ഹാളാണ്, ഒരു പ്ലേസാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ജോലി കിട്ടുക എന്നതാവരുത് നിങ്ങളുടെ ആരുടെയും ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടി, 20,000 രൂപ മാസം കിട്ടുന്ന ജോലി. നിങ്ങൾ കുറച്ചുകൂടെ കാത്തിരുന്നിട്ട് മാസം 20 ലക്ഷം സാലറി കിട്ടുന്ന ജോലിയാണ് കിട്ടുന്നതെങ്കിൽ വിച്ച് വൺ യു വിൽ ചൂസ്? ഏത് ജോലിയായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ജീവിതകാലം മുഴുവൻ 20,000 പണിയെടുക്കുന്നതാണോ അതോ 20 ലാഖിന് പണിയെടുക്കുന്നതാണോ? 20 ലാഖ്, റൈറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ അനേകം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മുടെ ഉള്ളിൽ ദർ ഈസ് ആൻ അൺനോൺ ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മളെ കൊണ്ട് പറ്റൂല. ഇപ്പം നേരത്തെ സാറ് പറയുന്നത് ഞാൻ കേട്ടു, എളേറ്റിൽ വട്ടോലിയിലെ ഏതോ ഒരു കുഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ എനിക്ക് അങ്ങനെ തോന്നുന്നു, നമ്മളെ കൊണ്ട് നടക്കൂല എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നലുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ സ്വപ്നം കാണാൻ? നമുക്ക് BCom മതി, നമുക്ക് ഏതെങ്കിലും എന്താ പറയുക പാരാമെഡിക്കൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് മതി, എന്നിട്ട് എന്തെങ്കിലും ജോലി മതി. നോ ഗൈസ്, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണം. അത് പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ കഥ പറയാറുണ്ട്. എനിക്ക് KR നാരായണൻ്റെ കഥയൊക്കെ സാറ് നേരത്തെ പറഞ്ഞു, അതിലേക്കൊന്നും പോകണ്ട. എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവമുണ്ട്. ഞാൻ വരുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ, എനിക്ക് MBBS കിട്ടിയിട്ട് സമ്മാനം തരാൻ വേണ്ടി, എനിക്ക് കേരളത്തിലെ 38th റാങ്കായിരുന്നു മെഡിക്കൽ എൻട്രൻസിൽ. അന്ന് സമ്മാനം തരാൻ വേണ്ടി വന്ന ആളുകൾക്ക് കയറി നിൽക്കാൻ സ്ഥലമുള്ള ഒരു മുറ്റം പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. 2.5 സെൻറ്റ് സ്ഥലത്തെ ചോർന്നൊലിക്കണ ഒരു കൂര വീട്, 2.5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ വലുപ്പം ഉണ്ടാവുള്ളൂ. അവിടെ നിന്നാണ് ഞാൻ MBBS വാങ്ങുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചൊരു പോസ്റ്റ് ഉണ്ട്. ആദ്യം എൻ്റെ ഇൻസ്റ്റ എടുത്താൽ കാണാൻ പറ്റില്ല. ഫസ്റ്റ് അതിനകത്തുണ്ട്, ഞാൻ പലചരക്ക് കടയിലും കൂൾ ബാറിലും അക്വേറിയത്തിൻ്റെ ഷോപ്പ് ക്ലീൻ ചെയ്യാനും എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഈ വീട്ടുവേലയും ഹോട്ടലിലും മറ്റേ പള്ളീൻ്റെ ക്യാൻറ്റീനിലെല്ലാം പണിയെടുത്തിട്ടാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. 3 പെങ്ങന്മാരും ഞാനും വാപ്പയും ഉമ്മയുള്ള കുടുംബമായിരുന്നു. ഒരു ഗതി ഉണ്ടായിരുന്നില്ല, പണിക്ക് പോകുമായിരുന്നു. ഞാൻ ആദ്യം കുറേ ദർസ് പഠിച്ചത് എനിക്ക് ഉസ്താദാവുള്ള ആഗ്രഹം കൊണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ വീട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ടാക്കിയതാണ്, തിന്നാനുള്ളത് വേണം, ഇല്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കൂടുതൽ കഥകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഒന്നുകിൽ ജീവിതത്തിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒന്നും ആവണ്ട എന്നുള്ളായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അങ്ങനെയായിരുന്നു, ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ ഒന്നും ആവണ്ട. അപ്പോൾ ശരിക്കും ഞാനൊരു റിയലൈസേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഉറപ്പിച്ചാണിത്, നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ. അങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അതിന് പൈസ കിട്ടുമോ? ഇല്ല. ട്യൂഷന് പോകുമ്പോൾ ഒരു പൈസ ഇല്ല, പിന്നെയാണ് എൻട്രൻസ്. സ്കൂളിലൊന്നും പോക്കില്ല, പണിക്ക് പോക്കുക. സ്കൂളിലുള്ള ദിവസം കടുങ്ങാത്തതുകൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിലുള്ള സ്ഥലം അതിൻ്റെ അടുത്തുള്ള അക്കൂരക്കടയിൽ സ്കൂളിൽ അന്ന് വരെ ക്ലീൻ ചെയ്യാൻ പോയിക്കണം, പൈസക്ക്, വേറെ വകുപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ സ്വപ്നം കാണാൻ പറ്റില്ല. അന്ന് എന്നെ ഇതുപോലെ KR നാരായണൻ്റെ കഥ ഒരുപാട്
ഒന്നുമില്ലായ്മയിൽ നിന്ന് കയറി വന്ന ഒരുപാട് പേരുടെ കഥകളൊക്കെ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയാറുണ്ട്. എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫാറൂഖ് ഉസ്താദ്, എൻ്റെ കൂടെ ദർസ് പഠിച്ച ഫാറൂഖ് ഉസ്താദ് എന്നും എന്നോട് വലിയ വലിയ മോട്ടിവേഷനൊക്കെ പറഞ്ഞുതരും, നീ പഠിക്കണം, അങ്ങനെ ആക്കണം. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ കരുതി നമ്മളെ കൊണ്ട് പറ്റൂല എന്നായിരുന്നു. അപ്പം അങ്ങനെ +2 പഠിപ്പ് നിർത്താൻ നിന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എനിക്ക് 10ൽ 4 A+, 4 A, 2 B+ ആയിരുന്നു. +1 മാത്സിൽ എനിക്ക് 80ൽ 35 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പകുതിയിൽ താഴെയാണ് എൻ്റെ +1 മാർക്ക് ലിസ്റ്റ്. എൻ്റെ ഫോണിലുണ്ട്, വേണ്ടവർക്ക് ഞാൻ കാണിച്ചു തരാം, നുണയാണ് പറയുന്നത് തോന്നുന്നുണ്ടെങ്കിൽ. എല്ലാ സബ്ജക്റ്റിലും പകുതിയിൽ താഴെയാണ് എൻ്റെ മാർക്ക്. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്നോട് എല്ലാവരും ഞാൻ പല രീതിയിലുള്ള സ്ട്രഗിളുകൾ അതിൻ്റെ ഇടയിലൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട്, ആ പൈസ ഉണ്ടാക്കാൻ ഓടി നടന്നിട്ട് പൈസ ഒക്കാത്തത് കൊണ്ട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു ആൺകുട്ടി ഇരുന്ന് സങ്കടം കൊണ്ട് കരയണ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു മർക്കസിൻ്റെ പള്ളിയുണ്ട്, ആ പള്ളിക്ക് ഒരു നോമ്പിന്. എന്നിട്ട് ഞാൻ കരയുന്നതാരും കാണരുതല്ലോ, അവന്ന് മുഖം കഴുകിയിട്ട് അവിടെ ഇരുന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താ പറയുക, ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം അഗാധമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ദ എൻറ്റയർ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യു എന്ന്. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹവും പാഷനും സ്വപ്നവും ഉണ്ടെങ്കിൽ അതിന് പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും എത്ര വലിയ സ്വപ്നവും കാണാം. എല്ലാവരും തളർത്തിയ 10ാം ക്ലാസ്സിൽ 4 A+, +1 കഷ്ടി പാസ്സുമായ ഞാൻ കേരള മെഡിക്കൽ എൻട്രൻസിൽ 38ാം റാങ്കുമായിട്ടാണ് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിജയിക്കുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ പൊക്കി പറയാനും നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ താഴെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാരൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല. ആൾക്കാരൊന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇന്നത്തെ ലോകം ഭയങ്കര വിശാലമാണ്, ഭയങ്കര ഓപ്പണാണ്. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ കൂടെ നിൽക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. നിങ്ങൾ എത്ര പാവപ്പെട്ടവരായാലും, നിങ്ങൾ എത്ര മിഡിൽ ക്ലാസ്സിൻ്റെ താഴെ നിൽക്കുന്ന ആളുകളായാലും ഒന്നും കുഴപ്പമില്ല. നിങ്ങളെ സഹായിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് പറയാനുള്ളത്, ആ ചോർന്നൊലിക്കുന്ന കൂരയിൽ നിന്ന് ഞാൻ എൻ്റെ MBBS പൂർത്തിയാക്കുന്നതിന് മുമ്പ് എൻ്റെ ഔസർജൻസി സമയത്ത് തന്നെ ഒരു 2 നിലയുള്ള വീട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വീടും കാറും എല്ലാം ഞാൻ തന്നെ പണിയെടുത്തുണ്ടാക്കിയതാണ്. ഞാൻ ഇപ്പോൾ വന്ന കാറും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്തതാണ്. ഔസർജൻസി സമയത്ത് എടുത്ത കാറാണ്, MBBS കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഉമ്മ അന്ന് പണിക്ക് പോയിരുന്ന, എല്ലാവരുടെയും വീട്ടിൽ പണിക്ക് പോയിരുന്ന ഉമ്മാക്ക് ഒരു വളരെ മനോഹരമായ ജീവിതം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താ? ഞാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അന്ന് ഞാൻ എളുപ്പത്തിലുള്ളൊരു ജോലി ആഗ്രഹിച്ച് പോവായിരുന്നെങ്കിൽ, ഞാൻ +2 പഠിപ്പ് നിർത്താൻ ആളാണ്. അന്ന് ഞാൻ +2 പഠിപ്പ് നിർത്തി ഏത് കൂലിപ്പണിക്ക് പോയാലും ദിവസം 1000 ഉറുപ്പിക കൂടുതൽ എനിക്ക് കിട്ടൂലല്ലോ. അതുകൊണ്ട് എനിക്കിതെല്ലാം സാധിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ല. ഒരുപാട് കുട്ടികളെ എനിക്കിപ്പോൾ സഹായിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുടുംബത്തിനെ തന്നെ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ പെങ്ങന്മാരായാലും എല്ലാവരും എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ചെങ്കിലും എനിക്ക് പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അന്ന് ഞാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ മെഡിക്കൽ എൻട്രൻസ് എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ, ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ, നിർത്തുകയാണെ സമയം വൈകിയെന്ന് എനിക്കറിയാം, ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര അഭിമാനത്തോടെ പോകണം. എന്താ, ഈ 10ൽ മാർക്കില്ലാത്ത, +2 മാർക്കൊക്കെ ഇല്ലാതെ കയറി വന്ന ഏതോ ഒരു എക്സെപ്ഷണൽ ഫിഗറാണ് ബിലാൽ എന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തോടെ ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് എന്നെക്കാൾ മാർക്ക് കുറഞ്ഞ, എൻ്റെ ഇൻസ്റ്റയിൽ തന്നെ പിൻ ചെയ്ത് വെച്ച വേറൊരു പോസ്റ്റ് ഉണ്ട്, അവിടെ കാണാം. 2 പോസ്റ്റേ പിൻ ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് എൻ്റെ ഫ്രണ്ട് സിയാവുദ്ദീനെ പറ്റിയിട്ടുള്ളതാണ്. ആ ചങ്ങായിക്ക് 10ാം ക്ലാസ്സിൽ 2 A+, അറബിയിലും മലയാള സെക്കൻഡിലും. +2 66% മാർക്കുള്ളൂ. ജസ്റ്റ് 66%. നിങ്ങൾക്കറിയാം, വെറുതെ പരീക്ഷ എഴുതി കൊടുത്താൽ ഒരു 70എങ്കിലും കിട്ടും അല്ലേ? അങ്ങനത്തെ സിയാവുദ്ദീന് ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിൽ 457 റാങ്കും കേരളത്തിലെ 45 റാങ്കും വാങ്ങിയിട്ടാണ് MBBS പഠിച്ച് പുറത്തിറങ്ങിയത്. അങ്ങനത്തെ എത്രയോ കുട്ടികളെ, എത്രയോ ഫ്രണ്ട്സിനെ, എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എജുപോർട്ടിലൊക്കെ ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെ ഇടയിലും ചില മീറ്റിങ്സിലൊക്കെ സംസാരം ഉണ്ടാകുമ്പോൾ ചിലർ പറയാറുണ്ട്, എടാ ആ കുട്ടീനൊന്നും ബിലാലെ വിളിക്കണ്ട, അത് ആ കുട്ടിയൊന്നും പഠിച്ചു. അതായത് നല്ല ചില കുട്ടികളുണ്ട്, അവർക്ക് +2ലും 10ലൊന്നും മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് MBBS ആണ് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവർക്ക് ജോയിൻ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ടീച്ചേഴ്സൊക്കെ പറയണം, അതിനെ കൊണ്ടൊന്നും പറ്റൂല. അങ്ങനെ പറയുമ്പോൾ ഞാൻ കച്ചറുണ്ടാക്കും, എൻ്റെ വികാരം വ്രണപ്പെടും. കാരണം എന്താ, എവ്രിവൺ, ലോകത്ത് ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ലോകത്ത് ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ള ദ മോസ്റ്റ് പവർഫുൾ തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഹ്യൂമൻ മൈൻഡ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റാത്തൊന്നുമില്ല. നിങ്ങളുടെ 10ലെ മാർക്കോ +1ലെ മാർക്കോ ഇതുവരെ എങ്ങനെയായിരുന്നോ, ഇറ്റ് നെവർ മാറ്റേഴ്സ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറായ നിങ്ങളുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക. നിങ്ങളെല്ലാവരും വലിയ 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 സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലരും കരുതുന്നുണ്ടാവുന്നത് ഇയാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഇയാൾ ഇവിടെയൊക്കെ എത്തിയത്. ഇറ്റ്സ് നോട്ട് ഹാർഡ് വർക്ക്. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവം എനിക്ക് അവസരം നൽകി എന്നുള്ളത്. ലോകത്ത് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുമോ മക്കളെ? ഇല്ലല്ലോ.
കണ്ണ് കാണാതെ ജനിക്കുന്ന മനുഷ്യന്മാർ, സംസാരിക്കാൻ വയ്യാതെ ജനിക്കുന്ന ആളുകൾ, കിടപ്പിലായി പോകുന്ന രോഗികൾ, എത്ര ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം എവിടെയും എത്താത്തത്, സക്സസ്സിലേക്ക് എത്താത്തത് അവർ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല, അവർക്ക് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ്റെ വീഡിയോ. അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അയാൾ പറയുന്നത്, എൻ്റെ ഉമ്മാനെയും എൻ്റെ മക്കളെയും കാണണം, ഒരിക്കലെങ്കിലും കണ്ണോട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം എന്ന്. അങ്ങനത്തെ ഒക്കെ എത്രയോ മനുഷ്യരുള്ള ഈ ലോകത്ത്. നിങ്ങൾ ആലോചിച്ചു, പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ഒന്നും പോസിബിൾ ആവാതെ ജീവിതത്തിൽ എവിടെ എത്താത്തവരെ കണ്ടിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല. അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എന്നതിനപ്പുറത്ത് ദൈവം എനിക്ക് അവസരം നൽകി എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ അവസരങ്ങൾ കിട്ടിയ ആളുകളാണ് നിങ്ങൾ, ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻസ് ആയിട്ട് മാറുക. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ സ്വപ്നങ്ങൾ, ഒന്നുകൂടെ പറയാണ്, വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ ജീവിതം നയിക്കുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.